വെറും മിനിറ്റുകൾ നേരത്തേക്ക് മാത്രമാണെങ്കിലും Google.com സ്വന്തമാക്കിയ ഒരു ഇന്ത്യക്കാരനുണ്ട്. 2015 സെപ്റ്റംബർ 29 ഇത് സംഭവിക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ സന്മയ് വേദ് എന്ന മുൻ ഗൂഗിൾ ജീവനക്കാരനാണ് കഥയിലെ നായകൻ. അന്ന് ഡൊമൈനുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗൂഗിൾ ഡൊമൈൻസിൽ കയറി വെറുതെ പരതുകയായിരുന്നു സന്മയ്. അപ്പോഴാണ് ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ടത്. അക്കൂട്ടത്തിൽ ഗൂഗിളിന്റെ സ്വന്തം ഡൊമൈനായ Google.com വിൽക്കാനിട്ടിരിക്കുന്നു. അന്ന് തന്നെ കോടികളോ കോടാനുകോടികളോ കൊടുത്താൽ പോലും കിട്ടാത്ത ആ ഡൊമൈന് അതിൽ കൊടുത്തിരിക്കുന്ന വില വെറും $12 മാത്രമായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ സന്മയ് അത് വാങ്ങി. പർച്ചേസിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു എറർ വന്ന് എല്ലാം ക്യാൻസൽ ആകുമെന്ന് തന്നെയാണ് കരുതിയത്. എന്നാൽ അമ്പരപ്പിച്ചുകൊണ്ട് ആ പർച്ചേസ് വിജയകരമായി പൂർത്തിയായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ ജീവനാഡിയായ ഡൊമൈൻ ഇനി സന്മയ്ക്ക് സ്വന്തം. അപ്പോൾ തന്നെ Google.com സ്വന്തമായി എന്ന് പറഞ്ഞ് കൺഫർമേഷൻ മെയിലെത്തി. അതിനൊപ്പം സൈറ്റിന്റെ പ്രവർത്തനങ്ങൾ കാണാനും വിലയിരുത്താനുമുള്ള വെബ് മാസ്റ്റർ ടൂൾസിലേക്ക് കയറാനുള്ള അനുമതിയും ലഭിച്ചു. പക്ഷേ അതെല്ലാം നോക്കുകയല്ലാതെ സന്മയ് മറ്റൊന്നും ചെയ്തില്ല. അപ്പോഴേക്കും ഗൂഗിൾ ഈ വിവരം അറിഞ്ഞിരുന്നു. അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് തന്നെ അവർ ആ ഡൊമൈൻ തിരിച്ചെടുത്തു. എന്നിട്ട് സന്മയ് ചിലവാക്കിയ $12 പകരം വളരെ വിചിത്രമായ ഒരു തുക പാരിതോഷികം നൽകി. $6006 13 ഗൂഗിൾ എന്ന പേരിനോടുള്ള സാമ്യത കൊണ്ടാണ് അവർ ആ തുക സമ്മാനമായി നൽകിയത്. എന്നാൽ സന്മയ് അത് സ്വീകരിച്ചില്ല. പകരം അതൊരു സന്നദ്ധ സംഘടനയ്ക്ക് സംഭാവന നൽകിയാൽ മതി എന്ന് അറിയിച്ചു. അങ്ങനെ സന്മയ് ചെയ്ത പ്രവൃത്തികളോടുള്ള നന്ദി സൂചകമായി ഗൂഗിൾ അതിന്റെ ഇരട്ടി തുക സംഭാവനയായി നൽകി.